ഹലോ അസ്സാമു അലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് കണ്ടാലോ? ഞാനേ ഇതേപോലെ ഒരു പടം വരച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ OSB ഷീറ്റാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി വരച്ചേക്കുന്ന പടം ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഷീറ്റിലോട്ട് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് വരച്ചു കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത് സ്കെയിൽ വെച്ചിട്ട് ആദ്യം ഒരു ചതുരം വരച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് കണ്ടോ ഒരു കോൺ പോലെ വരച്ചു കൊടുത്തേക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അളവെടുത്ത് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം. എന്നിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റോൺ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല എളുപ്പത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ വർക്കുകൾ നമുക്ക് ഇതേപോലെ ഈ ടൈപ്പ് ഷീറ്റും പിന്നെ ഈ ഒരു സ്റ്റോണും B7000 ഗ്ലൂവും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മാറാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് എന്തായാലും വെക്കാം കേട്ടോ. പിക്ചർ മാറിപ്പോവാതെ, അതായത് ആ ഗ്ലൂ തേക്കുന്ന സമയത്ത് പിക്ചർ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ആകെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് മാറിപ്പോവാണ്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റഡിൻ്റെ ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇയറിങ്സ് ഒക്കെ മേക്ക് ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. നമ്മൾ ഹെയർ അക്സസറീസ് ഒക്കെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതും അതുപോലെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് പിറക്കി എടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 145 രൂപയുടെ ഒരു കിറ്റ്, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഒത്തിരി ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ പറയൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് വെറും 145 രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെയർ ബോയും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. റിബണുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ ഒരു കമ്മലൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റഡും അതിൻ്റെ ആ ഒരു കൊളുത്ത് ടൈപ്പ് കമ്മൽ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 145 രൂപ മുടക്കിയാൽ കുറച്ച് സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഒപ്പം നിങ്ങൾക്ക് ആ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കമ്മൽ മാതിരി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഭയങ്കര ഈസി ആയിട്ട് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഷീറ്റിൻ്റെ അകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോൺസും ബീഡ്സും ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുള്ള കമ്മലുകൾ, അതുപോലെ തന്നെ നമുക്ക് ലോക്കറ്റുകളുണ്ടല്ലോ, മാലയുടെ ലോക്കറ്റ്, ഇയറിങ്സ് മാത്രമല്ല റിങ്ങുകളും നമുക്ക് ഇതേമാതിരി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കമ്മൽ എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്കറിയാലോ വലിയ കമ്മലുകളുടെയൊക്കെ റേറ്റും കാര്യങ്ങളും ഒക്കെ നല്ല റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെയൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന വളയും നമ്മൾ സെയിം സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. വളയുടെ ബേസ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ കിട്ടും കേട്ടോ. ഹെയർ അക്സസറീസിൻ്റെ ആണെങ്കിലും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ ആണെങ്കിലും കുറേ വീഡിയോസ് കിട്ടും. എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്തു പോവുക, എങ്ങനെയാണ് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക, ഞാൻ എങ്ങനെയാണ് എൻ്റെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഒക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുത്താൽ പിന്നെ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം. ഒട്ടിച്ചുടനെ എടുത്ത് കട്ട് ചെയ്യരുത് കേട്ടോ. കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. അപ്പോൾ കുറച്ച് സമയം മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കമ്മൽ ഉണ്ടാക്കിയിട്ട് അതിനെ അങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്തത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരെണ്ണം ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ നല്ല മൂർച്ചയുള്ള കത്രിക യൂസ് ചെയ്തിട്ട് ഇതേമാതിരി ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ കത്രിക വെച്ചിട്ട് തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷീറ്റിൽ തന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ പേപ്പറിൽ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുമല്ലോ. അതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അരികൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്ലെയിനായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് ബ്ലേഡ് വേണം കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൂർച്ചയുള്ള ടൈപ്പ് ബ്ലേഡ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ സോൾഡറിങ് അയണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഒട്ടും ഡാമേജ് ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം യൂസ് ചെയ്യൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട. ഇതേപോലെ ബ്ലേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല മൂർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഇളകി മാറിക്കോളൂ കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റഡും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തിരിച്ചു വെക്കുക. ഇതിൻ്റെ അകത്ത് ഈ ഗ്ലൂ തേച്ചിട്ട് സ്റ്റഡിനെ ഒട്ടിച്ചിട്ട് കുറച്ച് നേരം മിണ്ടാതെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഇതേപോലെ ഒട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ.